വെൽക്കം ബാക്ക് ടു ക്രിയേറ്റീവ് ജയ്. നിങ്ങൾക്കറിയോ ഒരു ആർട്ടിസ്റ്റിന് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാക്കുന്ന കാര്യം എന്താണെന്ന്? ഇന്നത്തെ ഒരു അവസ്ഥയിൽ നിങ്ങൾ പറയുമായിരിക്കും, ഒരു യൂട്യൂബ് വീഡിയോ സക്സസ് ആവാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ലൈക്ക് കിട്ടാതിരിക്കുമ്പോൾ, വ്യൂസ് കിട്ടാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ചാനൽ ഗ്രോ ചെയ്യാതിരിക്കുമ്പോൾ എന്നൊക്കെ. ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു വിഷമമാണ് കേട്ടോ. എന്നാലും ഇതൊന്നുമല്ല ഒരു ആർട്ടിസ്റ്റിനെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം. അപ്പോൾ ആ ഒരു കാര്യത്തിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. നമ്മളെ ചില വർക്കൊക്കെ ചെയ്തു തീർക്കാൻ ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും ഒക്കെ എടുക്കും. ചില ആർട്ടിസ്റ്റുകൾക്ക് അതിനെക്കാട്ടിലും കൂടുതൽ സമയം എടുക്കും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് വിജയിക്കുന്ന വർക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യും? സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യും. ചിലത് വിജയിക്കും, ചിലത് വിജയിക്കില്ല. പക്ഷെ എന്നാലും ഒരു ട്രൂ ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് ഇതൊക്കെ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷത്തിൻ്റെ അത്രയൊന്നും വേറൊന്നും വരില്ല. ഞാൻ അങ്ങനെയാട്ടോ. ബാക്കി പൊതുവെ ഒരു ട്രൂ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് ചിലപ്പം ചില സാഹചര്യത്തിൽ ഈ ഒരു ക്രിയേഷൻസിനൊക്കെ എന്തെങ്കിലും ഒരു അപകടമൊക്കെ പറ്റാം. ട്രൂലി സ്പീക്കിംഗ്, ഇറ്റ് ഹാപ്പൻസ് ഓൾ ദ ടൈം, ട്രസ്റ്റ് മീ. എൻ്റെ ഒരു കാര്യത്തിൽ ഇത് മിക്കവാറും എപ്പോഴും സംഭവിക്കാറുണ്ട്. കാരണം ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ളത് പോലെ ഞാനൊരു ക്ലംസി ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. അപകടം എന്ന് പറയുമ്പം ഒന്നുമില്ല, അതിൻ്റെ എവിടെയെങ്കിലുമൊക്കെ പൊട്ടിപ്പോവാം, താഴെ വീണ് പൊട്ടാം. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമുക്ക് അടുക്കി വയ്ക്കാനൊരു സ്ഥലമില്ലെങ്കിൽ അത് താഴെ വീണ് പൊട്ടാം, അല്ലെങ്കിൽ പെയിൻറ്റ് പോവാം, അല്ലെങ്കിൽ എന്തെങ്കിലും സാഹചര്യത്തിൽ വളരെ കഠിനമായിട്ട് പൊടി പിടിച്ചിട്ട് അതിന് കറ പറ്റാം. സത്യം പറഞ്ഞാൽ എൻ്റെ ദൈവമേ, ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഒരു ആർട്ടിസ്റ്റ് വിഷമിക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എൻ്റെ കാര്യം അങ്ങനെയാണ് കേട്ടോ. ബാക്കിയുള്ള ആർട്ടിസ്റ്റുകൾക്കൊക്കെ ഏകദേശം ഈ ഒരു വിഷമം ഉണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഞാൻ സാധാരണഗതിയിൽ ഡോൾസാണ് ഏറ്റവും കൂടുതൽ ചെയ്യാറുള്ളതെന്ന് നിങ്ങൾക്കറിയാം. ഞാൻ എൻ്റെ ഡോൾസിനെല്ലാം സ്വന്തം സഹോദരിമാരെ പോലെ കൊണ്ട് നടക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഡോൾസിന് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ഒട്ടലോ ഒരു പെയിൻറ്റ് പോവുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം വരും. നമ്മുടെ സഹോദരങ്ങൾക്കൊക്കെ എന്തെങ്കിലും പറ്റുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വേദനയില്ലേ, അതുപോലെ തന്നെയാണ് എനിക്ക് എൻ്റെ ഡോൾസിന് എന്തെങ്കിലും സംഭവിക്കുമ്പോഴും. അപ്പോൾ ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അതായത് എന്തെങ്കിലും തരത്തിൽ എൻ്റെ ഡോൾ സിസ്റ്റേഴ്സിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഡാമേജ് പറ്റുകയാണെന്നുണ്ടെങ്കിൽ അവരെ ഒന്നും കൂടെ ഒരു മേക്ക് ഓവർ കൊടുത്തിട്ട് പുതിയ രൂപത്തിൽ കുറച്ചും കൂടെ സുന്ദരികളായിട്ടോ അല്ലെങ്കിൽ സുന്ദരന്മാരായിട്ടോ അവതരിപ്പിക്കാം എന്നുള്ളത്. അപ്പോൾ അതിലൊരാൾക്ക് ഇപ്പോൾ ഒരു അപകടം പറ്റിയിട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാം അറിയുന്ന ഡോൾ തന്നെയാണ്. അപ്പോൾ ആളെ ഞാനൊന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ സുന്ദരി അരുന്ധതി ഡോൾ. അതിനുശേഷം ഞാനൊരു ഡോൾ സ്റ്റോറി ചെയ്തപ്പോൾ എൻ്റെ ആദ്യ ചേച്ചിയായിട്ട് ആ ഒരു ഡോൾ സ്റ്റോറിയിൽ അപ്പിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ കുറച്ച് ലുക്കൊക്കെ ഒന്ന് മാറ്റി ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് മാത്രം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കിവിടെ ഒരു സ്റ്റാൻഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഡോൾസൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അബദ്ധവശാൽ അവിടുന്ന് എടുത്ത് മാറ്റി പുതിയൊരു ഷെൽഫിലേക്ക് വയ്ക്കുന്ന സമയത്ത് കയ്യിൽ നിന്ന് വീണിട്ട് പൊട്ടുകയാണ് ഉണ്ടായത്. കഴുത്തിൻ്റെ എവിടെയും കൈയിൻ്റെ എവിടെയും പൊട്ടലുണ്ട്. അപ്പോൾ നമുക്ക് നമ്മളുടെ ഈ ഒരു പരിക്ക് പറ്റിയിട്ടുള്ള നമ്മുടെ ചേച്ചിക്കുട്ടിയെ എങ്ങനെ ഒരു പുതിയ രൂപത്തിലേക്ക് മാറ്റി എന്നുള്ളതൊക്കെ ഒന്ന് കാണാം. അപ്പോൾ ഞാൻ കുറച്ച് സംസാരിച്ച് ബോറടിപ്പിച്ചു എന്നറിയാം. നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. നൗ ലെറ്റ്സ് ബിഗിൻ ദ മേക്ക് ഓവർ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പൊട്ടിയ ഭാഗം കഴുത്ത് പൂർണ്ണമായിട്ടൊന്ന് പറിച്ചെടുക്കുകയാണ്. കാരണം അത് പൂർണ്ണമായിട്ടും പോയി നമുക്കത് ഫിക്സ് ചെയ്യാനുള്ളതാണല്ലോ. അതുപോലെ കയ്യിൽ ഒരു പൊട്ടലുണ്ട്, കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ബാക്കി എവിടെയും ഭാഗ്യവശാൽ ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ഈ ഒരു ഡോൾ സ്റ്റോറിക്ക് വേണ്ടിയിട്ട് ഒരു പെട്ടെന്നൊരു പാവാടയും ബ്ലൗസൊക്കെ തുന്നി ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ഓർഡിനറി ഡ്രസ്സിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട്. കാരണം ഇത് നല്ല ഫസ്റ്റ് ഒരു ക്ലിപ്പിങ്ങിൽ നിങ്ങൾ കണ്ടതുപോലെ ഒരു പ്രിൻസസ് ഡോൾ പോലെയാണ് ഉണ്ടാക്കിയിരുന്നത്. അതിനുശേഷം ഞാനൊരു തലയൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ സ്കൾപ്റ്റിംഗ് ഒന്നും കാണിക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഡോള് എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അത് ആ ഒരു ഫസ്റ്റ് ക്ലിപ്പിംഗ് കണ്ട ആ ഒരു വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണുക. അപ്പോൾ നമ്മൾ എങ്ങനെ ഹൗ ടു മേക്ക് എ ഡോൾ എന്നൊന്നും പറഞ്ഞിട്ടല്ല ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആരും ഞാനങ്ങനെ പറ്റിക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. ഡോൾ മേക്കിംഗ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് ഡോൾ മേക്കിംഗ് കണ്ടില്ലെങ്കിൽ എല്ലാവർക്കും വിഷമാവില്ലേ. അപ്പോൾ അങ്ങനെ ആരെയും പറ്റിക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല.
അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണണം എന്നുണ്ടെങ്കിൽ, എൻ്റെ മേക്കിംഗ് വീഡിയോ കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു വീഡിയോ കൂടെ കാണുക, കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കേട്ടോ. അത് ഞാൻ കമൻറ്റിൽ പിൻ ചെയ്തിടാം ആ ഒരു വീഡിയോയുടെ ലിങ്ക്. ഇപ്പം നമ്മുടെ ഡോളിൻ്റെ ആ ഒരു കഴുത്തിലും തലയുടെ ഒരു ഭാഗത്തൊക്കെ എക്സ്ട്രാ നിന്ന പൊട്ടൽ വീണ ഭാഗം ഒന്ന് നിരപ്പാക്കി ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ഭാഗം ഒന്ന് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി ആദ്യം ക്ലേ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഫെവിക്രിൽ മോൾഡിഡ് ക്ലേ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പരിചയമുള്ള ക്ലേയും ഇതായിരിക്കാം. ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഈ ഒരു ക്ലേ വെച്ചിട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു ക്ലേയുടെ ഒരു ആരാധകരായിരിക്കാം. എനിക്ക് ഹോം മെയ്ഡ് ക്ലേ ആണ് കുറച്ചുകൂടെ ഇഷ്ടം. പക്ഷേ എനിക്കിതിപ്പോൾ പെട്ടെന്ന് സെറ്റായി കിട്ടണം എന്നുള്ളത് കൊണ്ട് ഫെവിക്രിൽ മോൾഡിഡ് ക്ലേ ഞാൻ എടുത്തിരിക്കുകയാണ്. അതിൻ്റെ റെസിനും ഹാർഡനറും ഒരേ പ്രൊപ്പോർഷനിൽ എടുത്തതിന് ശേഷം അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് വൈറ്റ് കളർ വരണ വരെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വൈറ്റ് ഗ്ലൂവും കൂടെ അപ്ലൈ ചെയ്തതിന് ശേഷം ക്ലേ നമുക്ക് ഈ ഒരു ഭാഗത്ത് തേച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ നന്നായിട്ടൊന്ന് ബ്ലെൻഡൊക്കെ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഹെഡ് ഇതിനകത്തേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുമായിരിക്കും എന്തിനാ ഈ ഒരു ഹാൻഡ് മെയ്ഡ് ഡോളൊക്കെ ഫിക്സ് ചെയ്യുന്നതിന് ഇത്രയും ഓവർ ഹൈപ്പ് കൊടുക്കുന്നതിന്. പക്ഷെ ഇതൊരു ഓവർ ഹൈപ്പ് ഒന്നുമല്ല. വൈ ഷുഡ് ബാർബീസ് ഹാവ് ഓൾ ദ ഫൺ? ബാർബീസിൻ്റെ മേക്ക് ഓവർ വീഡിയോസാണ് യൂട്യൂബ് തുറന്നാൽ അത്രയുള്ളത്. അതിന് സാരി ഉടുപ്പിക്കുക, അതിന് ഓർണമെൻറ്റ്സ് ഇടുക, അങ്ങനെയുള്ളത്. അപ്പം എന്തുകൊണ്ട് എൻ്റെ ഈ ഒരു ഹാൻഡ് മെയ്ഡ് ഡോളിൻ്റെ മേക്ക് ഓവർ എനിക്ക് കാണിച്ചുകൂടാ? അവർക്കും വേണ്ട ഇടയ്ക്കൊരു ചേഞ്ച്. പിന്നെ അതുമല്ല, കുറച്ച് ആക്സിഡൻ്റ് ഒക്കെ കഴിയുമ്പം നമ്മുടെ ഡോൾ സിസ്റ്ററിന് ഒരു ഇച്ചിരി കൂടെ ഒരു സന്തോഷമൊക്കെ ഉണ്ടായിക്കോട്ടെ. അപ്പം അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. കാണുന്നതോ 100 പേരല്ലേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ആൾക്കാർക്കൊരു പുതിയൊരു അനുഭവം ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചു, അത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ ക്ലേ എല്ലാം അപ്ലൈ ചെയ്തതിന് ശേഷം വീണ്ടും ഒരു ഹെഡിൻ്റെ പോർഷൻ ഇറക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചു ഈ ഹെഡ് ഇങ്ങനെ മൂവബിളായിട്ടുള്ള ഹെഡ് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എത്ര ശ്രമിച്ചിട്ടും അകത്തേക്ക് നമ്മുടെ കമ്പിയോ റീഫില്ലോ അങ്ങനത്തെ ഒന്നും കയറുന്നുണ്ടായിരുന്നില്ല, തുളയ്ക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം നിങ്ങൾക്ക് അറിയണ്ടാവും, ഇത് ഉണ്ടാക്കിയ സമയത്ത് ബോട്ടിലൊക്കെ വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അറിയാമല്ലോ, തുളയ്ക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അകത്തേക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെയും ഇത് നേരത്തെ പോലെ തന്നെ ഫിക്സ് ചെയ്തു. ആദ്യം ഞാൻ വിചാരിച്ചു ഈ ഒരു എക്സിസ്റ്റിംഗ് ബ്ലൗസ് ഒന്നും മാറ്റണ്ട, അങ്ങനെ ഇതൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യാമെന്നൊക്കെയാണ് ആദ്യം വിചാരിച്ചത്. പിന്നെ ഞാൻ വിചാരിച്ചു ഏതായാലും ഇത്രയും ചെയ്തു, എന്തായാലും ബോഡി പെയിൻറ്റ് ചെയ്യേണ്ടി വരും. ഇനിയിപ്പോൾ ഫേസിൻ്റെ അതേ കളർ തന്നെ ബോഡിക്ക് കിട്ടണം എന്നൊന്നുമില്ല ഞാൻ മിക്സ് ചെയ്യുമ്പോൾ. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഫുള്ളായിട്ടൊരു മേക്ക് ഓവർ തന്നെ ആയിക്കോട്ടെ എന്ന്. അങ്ങനെ ഡ്രസ്സും റിമൂവ് ചെയ്തു. അടിയിലുള്ള ഒരു സ്കർട്ട് പോർഷൻ റിമൂവ് ചെയ്തിട്ടില്ല. അതിനുശേഷം ക്ലേ അപ്ലൈ ചെയ്ത ഭാഗത്തൊക്കെ ഞാൻ നന്നായിട്ടൊന്ന് സാൻഡ് പേപ്പർ ഇട്ടൊന്ന് വരച്ചു കൊടുക്കണം, സ്മൂത്താക്കാൻ വേണ്ടിയിട്ട്. ഹെയറും റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോഡിയിൽ പെയിൻറ്റ് അടിക്കാം. അപ്പോൾ ഞാനിവിടെ ലൈറ്റ് സ്കിൻ ടോണാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് സ്കിൻ ടോൺ വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഡ്രസ്സിന് വേണ്ടിയിട്ട് ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു പഴയ സെറ്റ് മുണ്ടിൻ്റെ ഭാഗമാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. നിങ്ങൾ ഓർക്കുന്നില്ലേ, ട്രഷർ ഫ്രം ഓൾഡ് സ്യൂട്ട് കേസ്, അതിൻ്റെ ബാക്കി ഭാഗമാണ്. നമ്മൾ ഒരു സെറ്റ് സാരി ഡോൾ ഉണ്ടാക്കി ഓർക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ കൂടെ ഉണ്ടായിരുന്ന ഒരു സെറ്റ് സാരിയുടെ ബാക്കി ഭാഗമാണ്. കുറച്ചൊക്കെ ഞാൻ മുറിച്ചെടുത്ത് പലതിന് യൂസ് ചെയ്തു. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതുപോലത്തേക്കുള്ള പഴയ ക്ലോത്തൊക്കെ കിട്ടുന്നുള്ളൂ കേട്ടോ. ഞാൻ കുറേയൊക്കെ അന്വേഷിച്ചിട്ട് ചില ടൈലേഴ്സ്, ചില ചേച്ചിമാരൊക്കെ കുറച്ച് ക്ലോത്തൊക്കെ തന്നു. നിങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു ചൈനീസ് പ്രിൻസസിൻ്റെ ഇതിൽ ഞാൻ കാണിച്ചു തന്നില്ലേ, കുറച്ച് ക്ലോത്ത് എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ അതൊന്നും അത്ര അട്രാക്റ്റീവായിട്ടുള്ള ക്ലോത്തൊന്നും അല്ല. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ടൈലേഴ്സിൻ്റെ അടുത്ത് നിന്ന് കളക്ട് ചെയ്യുമ്പം എല്ലാം നല്ല അട്രാക്റ്റീവ് ക്ലോത്തൊന്നും ആയിരിക്കത്തില്ല. ഞാൻ കണ്ടിട്ടുണ്ട് ഡോൾ കസ്റ്റമൈസേഷനൊക്കെ ചെയ്യുന്നവരുടെ കയ്യിലൊക്കെ ഡോളിലെ സാരിയൊക്കെ നല്ല ഭംഗിയുള്ള സാരി ആയിരിക്കും. ആൻഡ് ഒരുപാട് സ്റ്റോൺസൊക്കെ വെച്ചിട്ടുള്ള നല്ല ഭംഗിയുള്ളതൊക്കെ ആയിരിക്കും. അപ്പോൾ അതൊന്നും എൻ്റെ കയ്യിലില്ല കേട്ടോ. അപ്പോൾ നിങ്ങളിത് കാണുമ്പം കുറച്ച് ഉള്ളത് കൊണ്ട് ഓണം പോലെയുള്ള ഡ്രസ്സസൊക്കെയാണ് ഞാൻ എൻ്റെ ഡോൾസിന് ഇട്ട് കൊടുക്കാറ്. അപ്പോൾ നിങ്ങൾ മറ്റ് വീഡിയോസ് കണ്ടിട്ട് ഇതിനെ വിലയിരുത്തരുത്. കാരണം എൻ്റെ കയ്യിൽ അത്രയും അട്രാക്റ്റീവായിട്ടുള്ള ക്ലോത്തൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ ആരായി, എൻ്റെ കയ്യിൽ അധികം നല്ല അട്രാക്റ്റീവായിട്ടൊന്നുമുള്ള ക്ലോത്തൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ബ്രൈഡൽ ഡോള് അങ്ങനത്തെ ഒന്നും ചെയ്യാൻ പറ്റാത്തത് നമുക്ക്.
എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് എന്താണ് ബ്രൈഡൽ ഡോൾസൊക്കെ റെക്കമെൻഡ് ഏറ്റവും ചെയ്യാത്തതെന്നൊക്കെ. അപ്പോൾ ഇതാണ് കാരണം. ഒന്നാമത്തെ കാരണം ഇതാണ്, എൻ്റെ കയ്യിൽ അതിന് പറ്റിയിട്ടുള്ള ക്ലോത്ത് ഇല്ല. അപ്പോൾ എനിക്കത് ചെയ്ത് ഫലിപ്പിക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. ചെയ്യുമ്പോൾ നല്ല ഒരുമാതിരി എൻ്റെ ഒരു ലെവൽ ഓഫ് പെർഫെക്ഷനിൽ ചെയ്യണം എന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാണ് ചെയ്യാത്തത്. അപ്പോൾ ഞാൻ ആ ഒരു ക്ലോത്തൊക്കെ കിട്ടിക്കഴിയുമ്പോൾ കുറച്ചും കൂടെ നല്ല അടിപൊളിയായിട്ടുള്ള ഡോൾസൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സപ്പോർട്ട് അതിനനുസരിച്ച് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ മാത്രം നമുക്കത് ചെയ്ത് ഇടാനായിട്ട് തോന്നുള്ളൂ. കാരണം എഫർട്ട് ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള എഫർട്ട് ഉണ്ടല്ലോ. അപ്പോൾ ഇനി നമുക്ക് ഫേസ് ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ബോഡി പെയിൻറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ പുറത്ത് ഒരു കോട്ട് വാർണിഷും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫേസ് പെയിൻറ്റിങ്ങിൻ്റെ വീഡിയോ ആക്ച്വലി 3 അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആദ്യം ഒരെണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നീട് 2 വീഡിയോസ് ഈ റീസെൻ്റായിട്ട് ഒരു മിഡ് ടോണിന് എങ്ങനെയാണ് ചെയ്യണമെന്നും അതുപോലെ ലൈറ്റ് സ്കിൻ ടോണിന് എങ്ങനെയാണ് ചെയ്യണമെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഒരു ഡീറ്റെയിൽഡ് വീഡിയോയും കൂടെ കാണുക. ഇതിൽ ഞാൻ മുഴുവനായിട്ടുള്ള സ്റ്റെപ്പൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇതുപോലെ ഒരു പൊട്ടും കൂടെ വെച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ സ്കർട്ടിൽ ഞൊറിവൊക്കെ എടുത്ത് കണ്ടല്ലോ, പിന്നീട് അതിന് പറ്റിയ പോലെ ഒരു ധാവണിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്ലൗസ് ഡോളിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പം ഞാനിവിടെ ഇനിയിപ്പം ബ്ലൗസൊന്നും സ്റ്റിച്ചൊന്നും ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഒരു പ്രാവശ്യം ഒന്ന് ഡാമേജ് ആയതുകൊണ്ട് ഡോൾ സ്റ്റോറിയിലൊക്കെ ഇനി ഈ ഒരു ഡോളിനെ അധികം യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. സോ അതുകൊണ്ട് തന്നെ ഡ്രസ്സൊന്നും ഞാൻ ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു ഡ്രസ്സിൻ്റെ ആ ഒരു പോർഷനെല്ലാം നേരിട്ട് ബോഡിയിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം കൂടുതലായിട്ടും ഒരു പ്രാവശ്യം ഒന്ന് ഡാമേജ് ആയാൽ പിന്നെ അത് ഭംഗിയായിട്ട് ഷെൽഫിൽ അങ്ങിരിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. ഡോൾ സ്റ്റോറി ചെയ്യാൻ നമുക്ക് വേറെ സിസ്റ്റേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ ഞാനിവിടെ ബ്ലൗസിന് ഒരു പഫ് സ്ലീവാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു സ്ലീവ് ടൈപ്പാണ് പഫ് സ്ലീവ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ഒരു ഗ്ലൂ വെച്ചിട്ട്, ഇതിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഫെവിക്കോൾ ഓൾ ഫിക്സ് ഗ്ലൂ ആണ്. അത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഈ ഒരു ആൾഫിക്സ് ഗ്ലൂ ഇല്ല എന്നുണ്ടെങ്കിൽ ഫെവി ബോണ്ട് ആയാലും മതി. ഫെവി ബോണ്ടിന് ചെറുതായിട്ടൊരു യെല്ലോ കളർ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ക്ലോത്തിൽ ആ ഒരു കറ പോലെ കാണും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഓൾഫിക്സ് ഗ്ലൂ എടുത്തത്. എന്നിട്ട് താഴത്തെ ഭാഗം ഇതുപോലെ ഒന്ന് പഫ് പോലെ ഒന്ന് പിടിച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. കൊട്ടാൻ കുറച്ചൊരു സമയം എടുക്കും. അതിനുശേഷം അതിൻ്റെ താഴേക്ക് അതിൻ്റെ ഒരു ബോർഡർ പോലെ ഈ ഒരു റിബൺ വെച്ചിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ബ്ലൗസാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഇതിന് മുമ്പ് ഒരുപാട് ഡോൾസിൽ ഇപ്പോൾ റിമൂവബിൾ ആയിട്ടുള്ള ഡ്രസ്സ് തന്നെയാണ് ചെയ്യാറ്. അതൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. ആ ഒരു വീഡിയോ ഒക്കെ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അല്ലാത്തവരും ആരെങ്കിലും ആ വീഡിയോ ഒക്കെ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ഞാൻ ഡിസ്ക്രിപ്ഷനിലെ എല്ലാ വീഡിയോസിൻ്റെയും ലിങ്ക് കൊടുത്തേക്കാം. ഇനി നമുക്ക് ഇതുപോലെ ഒരു ക്ലോത്ത് പോർഷൻ എടുത്തതിന് ശേഷം നമുക്ക് ഇതിന് ചുറ്റി ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ കളക്ട് ചെയ്ത ക്ലോത്തിൻ്റെ ഇടയിലുണ്ടായിരുന്നതാണ് കേട്ടോ ഈ ഒരു ബ്രൊക്കേഡ് പോലത്തെ ക്ലോത്തൊക്കെ. അതൊക്കെ വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് വലിയൊരു പോർഷൻ ഒരു സ്കർട്ടോ അല്ലെങ്കിൽ ഒരു സാരി ആക്കാനൊന്നുള്ള അത്രയൊന്നും കിട്ടില്ല. കുറച്ച് കിട്ടണമൊക്കെ ഞാൻ അവിടെ ഇവിടെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ ഇനി നമുക്ക് സ്കർട്ടും കൂടെ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ സ്കർട്ടിൻ്റെ ഇത് നമ്മൾ സ്റ്റിച്ചൊന്നും ചെയ്യുന്നില്ലാത്തതുകൊണ്ട് ഇതുപോലെ ബാക്ക് സൈഡിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ആ ഒരു എൻഡ് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതിയാവും. അത് നന്നായിട്ട് തന്നെ അവിടെ ഇരുന്നോളും. ഞാൻ ഈ ഒരു ഡോളിൻ്റെ ഒരു പൊക്കം കൂട്ടാൻ വേണ്ടിയിട്ട് അടിയിൽ ഒരു പ്ലാസ്റ്റിക് ലിഡ് വെച്ചിട്ടൊരു ബേസും കൂടെ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ സ്റ്റിച്ച് ചെയ്ത് വന്നപ്പോൾ ഈ ഒരു സ്കേർട്ട് വന്നിട്ട് കുറച്ചും കൂടെ ഒരു ഉയരം ഉണ്ടായിരുന്നു, അതിനൊരു കുറച്ചും കൂടെ ഹൈറ്റ് വന്നു. അപ്പോൾ അതുകൊണ്ടാണ്. ഇനി നമുക്ക് ഹെയർ ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഈ ഒരു വുളൻ ത്രെഡ് ഇതുപോലെ പിരിച്ചെടുത്തിട്ടുണ്ട്. ഇത് സാധാരണ എല്ലാ ഡോൾസിനും വെക്കുന്ന പോലെ തന്നെയാണ്. ഞാൻ ഒരു ഹെയർ അതുപോലെ തന്നെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു. ആദ്യം അങ്ങനെയാണ് വിചാരിച്ചത്, ഞാൻ പറഞ്ഞല്ലോ. അതിനുശേഷമാണ് വിചാരിച്ചാൽ ഏതായാലും എല്ലാ മേക്ക് ഓവറും ചെയ്യുന്നു, അപ്പം ഹെയറും കൂടെ ഒന്ന് ഫിക്സ് ചെയ്യാമെന്ന്. അങ്ങനെ നമ്മൾ ബേസിലൊരു ബേസ് കോട്ട് നമ്മൾ ബ്ലാക്ക് കൊടുത്തിട്ട് വേണം ഒട്ടിക്കാൻ. ഇതുപോലെ ലെയറായിട്ട് താഴെ നിന്ന് മുകളിലേക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ക്രൗൺ ഏരിയ വരെ വന്നതിന് ശേഷം സൈഡ്സിൽ വേണം ഒട്ടിക്കാൻ.
ഇനി സൈഡ്സിൽ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്രണ്ടിലേക്ക് കുറച്ച് ഹെയർ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇതിപ്പോൾ റീസെൻ്റായിട്ട് ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഫ്രണ്ടിലേക്ക് ഹെയർ വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗി വരും ഹെയറിന് കുറച്ചും കൂടി ഒരു നാച്ചുറലായിട്ടുള്ള ഒരു പഫിനെസ് തോന്നിക്കും. അപ്പോൾ അതുപോലെ ഹെയർ ഫ്രണ്ടിൽ ഇതുപോലെ താഴോട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം സൈഡിലേക്കുള്ള ബാക്കി പോർഷനിലും ഹെയർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ സൈഡിലേക്ക് ഹെയർ വെക്കുന്നതിന് മുമ്പാണ് ഈ ഒരു ഫ്രണ്ടിലേക്കുള്ള പോർഷൻ വെക്കേണ്ടിയിരുന്നത്. അത് ഞാൻ പെട്ടെന്ന് അങ്ങ് വിട്ടുപോയതാണ്. പിന്നീട് അത് ഫിക്സ് ചെയ്തു ഞാൻ. ഇനി നമുക്ക് പാർട്ടീഷൻ വരുന്ന ഭാഗത്തുള്ള ഹെയറാണ് ഏറ്റവും അവസാനം ചെയ്യാനുള്ളത്. ഞാനിവിടെ സ്ട്രെയിറ്റ് പാർട്ടീഷനാണ് ചെയ്യാൻ പോകുന്നത്, മിഡിൽ പാർട്ടീഷനാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏത് സൈഡിലേക്കാണോ ആ ഒരു പാർട്ടീഷൻ ചെയ്യുന്നത് ആ ഒരു ഭാഗത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വേണം ഒട്ടിക്കാൻ. അതായത് ലെഫ്റ്റ് സൈഡിലേക്ക് ഹെയർ ഇടണമെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് വെച്ചിട്ട് വേണം ഒട്ടിക്കാൻ. അതുപോലെ റൈറ്റ് സൈഡിലേക്കുള്ള ഹെയർ ലെഫ്റ്റ് സൈഡിൽ വെച്ചിട്ട് വേണം ഒട്ടിക്കാൻ. എന്നിട്ട് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് എടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഹെയറിൻ്റെ ഫിക്സിങ്. ഇനി ഫ്രണ്ടിലുള്ള ഹെയർ പുറകിലേക്ക് നമ്മളിതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. നമുക്ക് ഈ ഒരു ഹെയർ ഇതുപോലെ കുഞ്ഞു ക്ലിപ്പൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുകയും ചെയ്യാം കേട്ടോ. ഞാൻ അങ്ങനെ ഒന്ന് കുറച്ച് നേരം ഇട്ട് കൊടുത്തതിന് ശേഷം ഹെയറൊക്കെ ഒന്ന് നല്ല ഷേപ്പാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ ധാവണി ഒന്ന് എടുത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഈ ഡോളിന് ഒരു കുറച്ച് വെസ്റ്റേൺ ബോൾഡ് ലുക്കൊക്കെ കൊടുക്കണം എന്ന് ആദ്യം വിചാരിച്ചാണ്. പക്ഷേ നിങ്ങൾക്ക് അറിയാമല്ലോ, ഈ ഒരു ഡോളിൻ്റെ ഫേസ് വന്നിട്ട് കുറച്ചും കൂടെ ഒരു ട്രഡീഷണൽ ഒരു ലുക്കിനാണ് കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നി. അപ്പോൾ ഗൗണൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴും അത് കുറച്ചും കൂടെ, എനിക്ക് അതിനുള്ള ക്ലോത്ത് വേറെ ഇല്ല, നല്ല ഭംഗിയുള്ള ഡ്രസ്സ് ഉണ്ടാക്കാനും ഒന്നും എൻ്റെ കയ്യിൽ അത്രയും ക്ലോത്ത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഏതായാലും നമ്മൾ ട്രഡീഷണലി ഒരുപാട് ഡോൾസ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ കൂടെ തന്നെ ഇതും ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അല്ലാതെ മനഃപൂർവ്വം എപ്പോഴും ഈ സാരി ഒന്നും ചെയ്യുന്നതല്ല. എനിക്ക് തോന്നുന്നു എൻ്റെ വ്യൂവേഴ്സിൽ കൂടുതൽ ആൾക്കാർക്കും സാരി ഉടുത്ത ഡോളിനെ കാണാനാണ് ഇഷ്ടം എന്നും എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ എപ്പോഴും സാരി ഡോൾസ് ചെയ്യുമ്പോൾ എനിക്ക് കുറച്ച് വ്യൂസൊക്കെ കിട്ടാറുണ്ട്. പിന്നെ ഗൗൺ ഡോൾസൊക്കെ നമ്മൾ വേറെയും കുറേ ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ നമ്മുടെ ഡ്രസ്സിങ് എല്ലാം കംപ്ലീറ്റായി. ഇപ്പോൾ ഹെയർ നമുക്ക് ഒന്ന് സെറ്റാക്കാം. ഞാനിവിടെ ജസ്റ്റ് ഒന്ന് പുറകിലേക്കൊന്ന് പിന്നിയെടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ സാധാരണ കുളി കഴിഞ്ഞിട്ടൊക്കെ പിന്നിടില്ലേ അതുപോലെ. അതിനുശേഷം ഞാനിവിടെ ഒരു നെക്ലേസും ഒരു കമ്മലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നെക്ലേസൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ സെക്കൻഡ് പാർട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. നമ്മൾ നെക്ലേസ് സെറ്റ് 5 നെക്ലേസ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന് മുമ്പ് ഡോൾസിന് പറ്റിയത്. ഇനി നമുക്ക് വളയ്ക്ക് വേണ്ടിയിട്ട് ഇതുപോലെ കമ്പി ഒന്ന് ചുറ്റിക്കൊടുക്കാം കയ്യിൽ. അതിനുശേഷം എൻഡിലായിട്ട് നമുക്കിതുപോലെ ഈ ഒരു ബോൾ ചെയിൻ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഡോളിക്കുട്ടിയുടെ എല്ലാ മേക്ക് ഓവറും ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡോളിൻ്റെ മേക്ക് ഓവർ. അപ്പോൾ നമ്മുടെ അരുന്ധതി ചേച്ചി എല്ലാവർക്കും പുതിയ രൂപത്തിൽ ഇഷ്ടമായോ? അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾക്ക് ഈ ഒരു ഡോളിൻ്റെ സ്കൾപ്റ്റിങ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഈ ഡോള് ഫസ്റ്റ് സ്കൾപ്റ്റ് ചെയ്ത ആ ഒരു വീഡിയോ നിങ്ങൾ കാണുക. അത് ഏകദേശം 1.5 വർഷം മുമ്പ് 2021 ജനുവരി 4-നാണ് നമ്മളത് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ അതൊന്ന് കണ്ടു നോക്കാം. ഞാൻ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ ഒക്കെ ആയിട്ട് അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ അരുന്ധതി 2.0 എന്ന് പറയുന്ന ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എനിക്ക് പറ്റുന്ന തരത്തിൽ നേരത്തെ ഉള്ളതിനെക്കാട്ടിലും മെച്ചപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേത് ലുക്കാണ് ഇഷ്ടപ്പെട്ടത്? ആദ്യത്തെ ആ ഒരു ലുക്കാണോ അല്ലെങ്കിൽ ഇതാണോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ആദ്യമായിട്ടാണ് ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് വെള്ളിയാഴ്ച കാണാം. Till then, thank you for watching. Choose